സ്വകാര്യ സർവകലാശാല ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നൽകിയത്. സിപിഐയുടെ എതിർപ്പ് മൂലമാണ് മാറ്റം. ഫീസിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണമില്ലാതെയാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ല് തയ്യാറാക്കിയത്. നിയമം ലംഘിച്ചാൽ 6 മാസം മുമ്പ് നോട്ടീസ് നൽകി സർവകലാശാല പിരിച്ചുവിടാൻ സർക്കാരിന് അധികാരമുണ്ടാകും. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുള്ള സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല. അധ്യാപക നിയമനത്തിലും ഇടപെടാൻ ആകില്ല. പക്ഷേ സർവകലാശാലയുടെ ഭരണപരമോ സാമ്പത്തികപരമോ ആയ വിവരങ്ങളും റെക്കോർഡുകളും വിളിച്ചു വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. സർവകലാശാല തുടങ്ങുന്നതിന് നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അനുമതി പത്രം സർക്കാരിന് പിൻവലിക്കാം. ഓരോ കോഴ്സിനും ചുരുങ്ങിയത് 15% സീറ്റ് SC വിഭാഗത്തിനും 5% ST വിഭാഗത്തിനും സംവരണം ചെയ്യണമെന്ന നിർദ്ദേശത്തോടെയാണ് ബില്ലിന്റെ മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നത്. ആക്ടിന് വിരുദ്ധമായി സർവകലാശാല പ്രവർത്തിക്കുന്നുവെന്ന് പരാതി ലഭിച്ചാൽ 2 മാസത്തിനുള്ളിൽ സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കാതിരിക്കുന്നതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാം. വ്യവസ്ഥകളുടെ ലംഘനമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണത്തിന് സർക്കാരിന് ഉത്തരവിടാം. ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനെയോ പ്രത്യേക അധികാര കേന്ദ്രത്തെയോ സർക്കാരിനെ നിയമിക്കാം. അതേസമയം സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു പറഞ്ഞു. ഇത് കാലത്തിനനുസരിച്ചുള്ള നയമാറ്റമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇനിയും സ്വകാര്യ സർവകലാശാലകൾക്ക് അയിത്തം കൽപ്പിക്കേണ്ടതില്ല. SFIക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പൊതു സംവിധാനങ്ങളുടെയും കൃത്യമായ ജാഗ്രതയും ഇടപെടലും അതുപോലെ റെഗുലേഷൻ എല്ലാം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം വരിക എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായി തന്നെയാണ് കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക. ഇത് കാലത്തിന് അനുസൃതമായ ഒരു അനിവാര്യമായ നടപടിയാണ്. അതിൽ നമുക്ക് ഇനിയും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ ദേശീയ സാഹചര്യങ്ങളിൽ ഉള്ളത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിനും മുന്നേറ്റത്തിനും അനിവാര്യമായ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും വളരെ നിർണായകമായ തീരുമാനം ക്യാബിനറ്റ് കൈക്കൊണ്ടിട്ടുള്ളത്. ഈ സ്വകാര്യ സർവകലാശാല ബില്ലിനോടൊപ്പം തന്നെ നിലവിലുള്ള സർവകലാശാല നിയമങ്ങളെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുന്നതിനുള്ള മറ്റൊരു ബില്ലും ക്യാബിനറ്റ് ഇന്നലെ അംഗീകരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൊന്നും കാണുകയുണ്ടായില്ല. നമ്മുടെ പൊതു സർവകലാശാലകളെ വലിയ രീതിയിൽ ഊർജം പകരാവുന്ന വിധത്തിൽ മാറ്റങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരിക. അപ്പോൾ അതുകൂടി നമുക്ക് ഏറെ പ്രസക്തിയോടെ കാണേണ്ടുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എതിർപ്പെന്ന് പറയാൻ പറ്റില്ല. ഓരോ പാർട്ടികൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. ആ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏകാഭിപ്രായത്തോടെ ഐക്യകണ്ഠേനയാണ് ഈ ബില്ല് ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. അവർ പൂർണ്ണമായിട്ടൊന്നും എതിർത്തിട്ടില്ല. അവർ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഭേദഗതി ആവശ്യപ്പെട്ടത്. ഭേദഗതി എന്ന് പറയാൻ പറ്റില്ല, മാറ്റം അവരാവശ്യപ്പെട്ടു ചില കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സർവകലാശാലകളുടെ വിസിറ്ററായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഘടകം ആ ബില്ലിൽ ഉൾച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാവശ്യപ്പെട്ടു അത് അതാത് സർവകലാശാലകളുടെ ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട് പല മന്ത്രിമാരും ആകാവുന്നതാണ് എന്നൊക്കെയുള്ള നിലയിൽ അഭിപ്രായപ്പെട്ടപ്പോൾ എന്നാൽ അത് വേണ്ടതില്ല, ഗവൺമെൻറ് ഈ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ ആ നിലയിൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുണ്ടായത്. അതേസമയം തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായ നിലയിൽ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന മെക്കാനിസം ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസിൽ ഉറപ്പാക്കിയിട്ടുണ്ട്.